അടുത്ത നെയ്മീൻ കൊണ്ടുള്ള ഒരു പ്രത്യേക വിഭവമാണ്. ഇതിനെ മീൻ ചിക്കിയതെന്നാണ് അജിത ഇട്ടേക്കുന്ന പേര്. അപ്പോൾ ഒരു വെറൈറ്റി ഫുഡാണ്, അജിതയുടെ തന്നെ കണ്ടുപിടുത്തമാണ്. അപ്പോൾ നമുക്കിതിന് ആവശ്യമുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നെയ്മീനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പില, ഒരു മുട്ട, ഉപ്പ്, വിനിഗർ, കുരുമുളക്, കടുക്, മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ, വെള്ളം. ഇത്രയാണ് ആവശ്യമുള്ള ചേരുവകൾ. ഇനി അത് ചൂടാവണം. ചൂടാക്കിയിട്ട് ആദ്യ വസ്തു എന്താണ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്? വറുത്തെടുക്കാൻ നമ്മൾ മാറ്റി വെച്ച മീനെടുത്ത്. അപ്പം നമ്മൾ മീൻ കുറച്ച് നേരം നമ്മളൊരു മസാലയൊക്കെ പിടിക്കാൻ ഒരു 10-15 മിനിറ്റത്തേക്ക് മാറ്റി വെച്ചു. അതിനെ എടുക്കാം. തനിയെ വറുത്തെടുക്കണം അല്ലേ? ഇത് ഏകദേശം ബംഗാളി സ്റ്റൈലാണ്. ആദ്യം മീൻ വറുത്തെടുക്കാൻ നമുക്ക് ബംഗാളി സ്റ്റൈലിലാണ്. ഏകദേശം അതുമായിട്ട് സാമ്യമുണ്ട്. പക്ഷെ അവരാണെങ്കിൽ ജീരകം പൊടിച്ചതോ വെളുത്തുള്ളിയൊക്കെ ആദ്യമേ ചേർക്കും. ഇതിപ്പോൾ അതല്ല. നന്നായിട്ട് വറക്കണം. ജസ്റ്റ് ഒന്ന് മുറിഞ്ഞെടുത്താൽ മതി. അപ്പോൾ ഇത് കിടന്ന് ഫ്രൈ ആകുമ്പോഴത്തേക്കും നമുക്ക് ഇതൊക്കെ വഴറ്റാം. സവാളയല്ല. പാൻ ചൂടാവുന്നു. എത്ര സ്പൂൺ എണ്ണയാണ് ഡെപ്പോസിറ്റ്? 2 സ്പൂൺ. 2 സ്പൂൺ. ഈ 1 സ്പൂൺ ഒഴിച്ചു. കുറച്ച് മതിയല്ലോ. പാനൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം. ആദ്യം കടുവാണോ? കടയിടാം. വെക്കാൻ ചോദിച്ചിട്ടാവാൻ എഴുതിയിട്ട്. അവിടെ മീൻ ഫ്രൈ ആവുന്നുണ്ടോ? നമ്മുടെ 2 വശം മറിച്ചിട്ട് നന്നായിട്ട് മുരിച്ചെടുക്കുക. കടുവ് നമുക്ക് ഏകദേശം എണ്ണ ചൂടായി ഇത്തിരി മതിയല്ലോ. കുറച്ച് കടുവ്, ഒരു 1/4 സ്പൂണോളം. കടുവ് പൊട്ടി കഴിഞ്ഞിട്ട് ആദ്യം എന്തുവാ? പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി. ഓക്കെ, അതിലേക്ക് നമുക്ക് ഇഞ്ചി ഇടാം. ഇഞ്ചി മൂത്തിട്ടാണോ വെളുത്തുള്ളി? ഇഞ്ചി വെളുത്തുള്ളി ഒന്നിച്ചിടാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി നമുക്ക് ഒരുമിച്ചിട്ടാണ്. ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളക്. ഇത് 2 പച്ചമുളക് വളരെ ചെറുതായിട്ട് നുറുങ്ങിയതാണ്. സവാള. ഇത് പകുതി. വലിയ സവാള ആണെങ്കിൽ പകുതി, അല്ലെങ്കിൽ ഒരു കുഞ്ഞു സവാള എടുത്താൽ മതി. പിന്നെ കറിവേപ്പിലയാണ് അവസാനം. കരിവേപ്പില. കേരളിൻ്റെ മെയിൻ പ്രോഡക്റ്റ്സ് ഒക്കെ നമ്മൾ ചേർത്ത് കഴിഞ്ഞു. ഇതൊന്ന് ലോ ഫ്ലെയിമിൽ ചിക്കൻ മീൻ ഫ്രൈ കഴിഞ്ഞു. ഇതൊന്ന് തണുത്ത ശേഷം മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇത് പെട്ടെന്ന് തണുക്കാനായിട്ട് നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് വയ്ക്കും. അതിൻ്റെ ചൂടൊക്കെ പോകാനായിട്ട്, പെട്ടെന്ന് തണുത്ത് കിട്ടാനും. ഇതിലോട്ടൊരു സ്വല്പം എണ്ണയും കൂടി ഒഴിക്കുക. ഇത് ഈ മീൻ വറുത്ത എണ്ണ തന്നെ ഒഴിക്കാം.
ഈ മുട്ട ചിക്കിയിടാം. ഇത് മുള്ളില്ലാത്ത മീൻ എടുക്കണമെങ്കിൽ ഏറ്റവും നല്ലത് മുള്ളൊക്കെ മാറ്റിയിട്ട്, അതോ ഉണ്ടെങ്കിൽ തന്നെ ഈ ഒരു ഫോമിൽ അത് എടുത്തൊക്കെ മാറ്റുക. ഇത് ഏതൊക്കെ മീനിൻ്റെ ചെയ്ത് ഇപ്പം നെയ്മീൻ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് വറുക്കാം. ദശക്കട്ടിയുള്ള എല്ലാ മീനും. ഇത് നമുക്ക് ഇനി മിക്സിയിൽ അടിക്കണ്ടേ? നമുക്കൊന്ന് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. വെറുതെ അരച്ചെടുത്താൽ മതിയല്ലോ, ഒന്ന് കറക്കിയാൽ മതി അല്ലേ? അത്രേ ഉള്ളൂ. ആ നല്ല ചൂടായിട്ടിരിക്കുന്നുണ്ട്, അതിൻ്റെ ചൂടുമുണ്ട്. ഇതാ മീൻ റെഡി. ഇടട്ടെ. ഇത് സ്ക്രാമ്പിൾഡ് ഫിഷ് കം എഗ് എന്നൊക്കെ പറയാമല്ലേ ഇംഗ്ലീഷിലൊക്കെ ആണെങ്കിൽ. ഒരു സ്വല്പം ഉപ്പും കൂടെ ചേർക്കാം, ഒരു നുള്ളുപ്പ്. എനിക്കതിപ്പോൾ 2 സ്ലൈസ് ബ്രെഡും അങ്ങോട്ട് എടുക്കാം, സോസും പുരട്ടി ഇത് അങ്ങോട്ട് ഫില്ല് ചെയ്ത് കഴിച്ച് കഴിഞ്ഞാൽ നല്ലൊരു സാൻഡ്വിച്ചും ആക്കാം അല്ലേ? അല്ലെങ്കിൽ നല്ലൊരു മൈദ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ റോളാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഷവർമ സ്റ്റൈലിലും കഴിക്കും. അപ്പോൾ കുട്ടികളെ പറ്റിക്കാൻ നമുക്ക് അങ്ങനെ ചെയ്യാം. നമുക്ക് ഇതൊരു കൂട്ടാനായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ ഒരു മുട്ടയും 4 കഷ്ണം മീനും കൊണ്ട് നമ്മളൊരു ഡിഷ് റെഡിയാക്കി. ഇത് വളരെ എളുപ്പം ഉണ്ടാക്കാനും പറ്റും, അതുപോലെ നല്ല ടേസ്റ്റിയാണ്. എന്ന് വെച്ചാൽ മുട്ടയുടെ ഒരു ടേസ്റ്റ് കിട്ടും, പിന്നെ ഈ നമ്മൾ ചേർക്കുന്ന മസാലയുടെയും മീനിൻ്റെയും ഒക്കെ കൂടി ടേസ്റ്റ് ആകുമ്പോൾ ഇതൊരു ബ്ലെൻഡ് ഓഫ് ടേസ്റ്റ് ആയിരിക്കും. തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നല്ലൊരു തോരനായിട്ട് നമുക്ക് ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ സാൻഡ്വിച്ചിൻ്റെ ഉള്ളിലുള്ള ഫില്ലിംഗ് ആയിട്ടും എടുക്കാം, അല്ലെങ്കിൽ ഷവർമ പോലെ നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് കൂടെ ആഡ് ചെയ്ത് അതും ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഒരു സ്പൂണിട്ട് കഴിക്കാനും പറ്റും. അപ്പോൾ ഏത് രീതിയിലാണ് ഇഷ്ടം അങ്ങനെ കഴിക്കാം, പക്ഷെ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം.